ശ്യാമേ, നമ്മൾ പറഞ്ഞില്ലല്ലോ സിദ്ദിഖ് ഊരിപ്പോരില്ല എന്ന്. സിദ്ദിഖിന് ജാമ്യം കിട്ടില്ല എന്ന് ശ്യാം പറഞ്ഞിരുന്നു. ജാമ്യം കിട്ടിയില്ല. ഇപ്പൊ സിദ്ദിഖ് ഒളിവിലാണ്. സിദ്ദിഖ് ഒളിവിലാണ് എന്ന് പറയുമ്പോഴും ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ സിദ്ദിഖിനെതിരെ ഈ പീഡന പരാതി വരുന്നു. എനിക്കോ ശ്യാമിനോ എതിരെയാണ് ഇത് വരുന്നതെങ്കിൽ ഞങ്ങൾ ബെയിൽ എടുക്കുന്നത് വരെ, ആന്റിസിപ്പേറ്ററി ബെയിൽ എടുക്കുന്നത് വരെ പോലീസ് കാത്തിരിക്കുമോ? ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ആന്റിസിപ്പേറ്ററി ബെയിൽ കിട്ടില്ല എന്ന് പോലീസിന് അത് വിധി വരും മുമ്പേ മനസ്സിലായ കേസാണ്. അപ്പോഴും സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്തില്ല. മൂന്നാമത്തെ കാര്യം, ആന്റിസിപ്പേറ്ററി ബെയിൽ കിട്ടിക്കഴിഞ്ഞ ശേഷവും സിദ്ദിഖ് പോലീസിന്റെ റഡാറിലുണ്ടായിരുന്നു, അപ്പോഴും അറസ്റ്റ് ചെയ്തില്ല. ഇപ്പോൾ സിദ്ദിഖ് ഒളിവിൽ പോയിരിക്കുകയാണ്. ഈ ഒളിവിൽ പോയിരിക്കുന്ന സിദ്ദിഖിനെ ഞങ്ങളിതാ തെരഞ്ഞു പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞൊരു നാടകം കളിച്ചുകൊണ്ടിരിക്കുകയാണ് പോലീസ്. എങ്ങോട്ടാണ് ഇത് പോകുന്നത്? സിദ്ദിഖിന്റെ അവസ്ഥ എന്താവും? അയാള് സുപ്രീം കോടതിയിൽ പോയിരിക്കുകയാണ്. അതെ, സുപ്രീം കോടതിയിൽ നിന്ന് കണ്ടീഷൻ ആണെങ്കിലും അയാൾക്ക് ബെയിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാര്യം മുൻപ് ക്രൈം ചെയ്തിട്ടില്ല അയാൾ. അയാൾക്കെതിരെ എഫ്ഐആറോ ക്രൈമോ ഒന്നുമില്ല, പ്രീവിയസ് ഹിസ്റ്ററി ഇല്ല. സോ അയാൾക്ക് അന്വേഷണമായിട്ട് സഹകരിക്കാം എന്ന് പറയാൻ പറ്റും. അന്വേഷണമായിട്ട് ഞാൻ സഹകരിച്ചോളാം, എനിക്ക് മുൻപ് സീരിയസ് ആയിട്ട് ഞാനൊരു ക്രൈം ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ തന്നെ എൻ്റെ പേരിൽ ഒരു എഫ്ഐആർ ഇല്ല എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഹൈക്കോടതിയിൽ എന്താണ് ഇത് കിട്ടുന്ന ഒരു രീതിയുണ്ട്. അതായത് പ്രൊസീജിയറുണ്ട്. ഹൈക്കോടതിയിൽ കിട്ടാത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്കെതിരെയുള്ള ക്രൈം വളരെ സീരിയസ് ആയിട്ട് കണ്ട ഒരു സാധനമാണ്. അതായത് ആ ഹോട്ടലിനകത്ത് പീഡനം നടന്നിട്ടുണ്ട്, ആ ഡേറ്റ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളും മാത്രമല്ല, അതിജീവിത ഭയങ്കര സ്ട്രോങ് ആണ്. ലഭിച്ചിരിക്കുന്നത് വമ്പൻ തെളിവുകളാണ്. അല്ല, അവര് പറയുന്ന കാര്യമുണ്ടല്ലോ, ചോറും തൈരും മീനും കൂട്ടി ഇയാൾ അതുവരെ കണ്ടുപിടിച്ചു. അവര് പറഞ്ഞത് ഈ സോഷ്യൽ മീഡിയയിൽ അത് കാണുന്ന ആൾക്കാര് ചോറും തൈരും മീനും കൂട്ടി അയാൾ കഴിച്ചു എന്ന് ഇവര് പറയുമ്പോൾ കാണുന്ന ആൾക്കാർ എടുത്തില്ലെങ്കിലും അവര് പറയുന്ന വിരുദ്ധാഹാരത്തിന്റെ ബില്ല് പോലീസ് കണ്ടെടുത്തു. അപ്പൊ സിദ്ദിഖ് കഴിച്ചിരിക്കുന്ന ആ ഭക്ഷണമാണ്. അതുവരെ കണ്ടുപിടിച്ചു. വളരെ, അതായത് എന്തൊക്കെ കണ്ടെത്താമോ ആ കേസിനകത്ത് ചെയ്യാൻ പറ്റുന്നതിന്റെ അങ്ങേയറ്റം അവർ ചെയ്തു. അത് എന്തുകൊണ്ട് ഇങ്ങനെ കേരള പോലീസ് ഇത്രയും അലംഭാവം കാണിക്കുന്നു? അല്ല, സിദ്ദിഖിന്റെ കാര്യത്തിൽ ഇത്ര സ്ട്രോങ് ആയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സിദ്ദിഖ് പിടിക്കുന്നില്ലല്ലോ. പക്ഷേ പിടിക്കുന്നില്ലല്ലോ. തെളിവുകളൊക്കെ വമ്പൻ തെളിവുകളാണ്, എല്ലാം കേരള പോലീസ് കൊടുത്തു പൂട്ടി, പക്ഷെ പിടിക്കുന്നില്ല. അല്ല, കിട്ടണ്ടേ? ചെറിയ ആളല്ലല്ലോ. കേരള പോലീസിന് കിട്ടാത്തതാണോ? അല്ല, കിട്ടാത്തതല്ല. അതിനകത്തൊരു പ്രത്യേകത ഉണ്ട്. അതായത് ആള് ചെറിയ ആളല്ല. കാര്യം പുള്ളിക്ക് എത്രയും സുഹൃത്തുക്കളുണ്ട്, ഏത് വലയത്തിലും പുള്ളിക്ക് നിൽക്കാം. ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ. ഏറ്റവും കൂടുതൽ, അതായത് വിളി എവിടുന്നൊക്കെ വരുമെന്ന് പറയാൻ പറ്റില്ല. ഒരു ഉദ്യോഗസ്ഥന് ഇപ്പൊ അറിയുന്നു, ഇപ്പം എൻ്റെ അളിയൻ പോലീസാണ്, എൻ്റെ സഹോദരിയുടെ ഭർത്താവ് ഒരു പോലീസുകാരനാണ്. എനിക്കതുകൊണ്ട് പുള്ളിയിലൂടെ ഞാൻ പലപ്പോഴും അസസ് ചെയ്യാറുണ്ട്, പല കാര്യങ്ങളും അസസ് ചെയ്യാറുണ്ട്. കാര്യം വിളി എവിടുന്നൊക്കെ വരുമെന്ന് പറയാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്യാൻ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ എവിടുന്നൊക്കെ വിളി വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത്രയും, അതായത് ഇവരെ പേടിപ്പിക്കാൻ പറ്റും, പോലീസിനെ പേടിപ്പിക്കാൻ പറ്റും. പോലീസിനെ പേടിപ്പിച്ചെടുത്തിരിക്കുകയാണ്. അല്ല, വിളി അങ്ങനെ വരുമെന്ന് മനസ്സിലായി. അതായത് തൊട്ട് കഴിഞ്ഞാൽ എനിക്ക് നാളെ എന്ത് സംഭവിക്കുന്ന ഒരു പേടി വരും, അങ്ങനെ പേടി വരും. ഞാൻ എൻ്റെ അളിയനെ, എന്താ പറയാ, എൻ്റെ സഹോദരിയുടെ ഭർത്താവ് ഏതറ്റം വരെയും പോകുന്ന ഒരാളാണ്, ഏതറ്റം വരെയും പോകും. പുള്ളിയുടെ ഒരു സ്വഭാവം അങ്ങനെയാണ്. പക്ഷെ പുള്ളിക്ക് പോലും ചില സമയത്ത് ടെൻഷൻ ഉണ്ടാവാറുണ്ട്, ചില സമയങ്ങളിൽ ഉണ്ടാവുന്നൊരു സാധനമാണ് ഇത്. ഈ ഒരു കാര്യത്തിൽ, അതായത് സിദ്ദിഖിന്റെ കാര്യത്തിൽ പലപ്പോഴും ഉണ്ടാവുന്നത്, ഈ ഒരു ഉദ്യോഗസ്ഥന് ഇപ്പൊ അറിഞ്ഞു എവിടെയാണെന്ന് അറിയാം, സിദ്ദിഖിന് എവിടെയാണെന്ന് പോലീസിന് നന്നായിട്ട് അറിയാം, കൃത്യമായിട്ട് അറിയാം എവിടെയുണ്ട്, ഏത് സ്ഥലത്തുണ്ട്. ഇപ്പൊ പക്ഷെ തൊട്ട് കഴിഞ്ഞാൽ മേളി ഇരിക്കുന്നവൻ സംരക്ഷിക്കില്ല, ഇപ്പൊ എടുക്കാൻ പറയും. നമുക്ക് പല കേസും അറിയാമല്ലോ. പക്ഷെ കോടതി ഇന്നലെ പറഞ്ഞത് ശ്യാമ കേട്ടില്ലായിരുന്നു? കേട്ടു. പോലീസിനെയും സർക്കാരിനെയും വലിച്ചു വാരിയിട്ട് അലക്കി കോടതി. എന്നിട്ട് കോടതിക്കും മേലെയാണോ ഈ തൊട്ട് കഴിഞ്ഞാൽ ഈ പറയുന്ന? അല്ല, അതല്ല ധനുഷ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പോലീസുകാരനാ ധനുഷ്, ഒരു പോലീസുകാരനാണെന്ന് വിചാരിക്കും. ഒരു പോലീസുകാരൻ മേളിൽ ഇരിക്കുന്ന ഒരാൾ ഓർഡർ കിട്ടും, ചെയ്യാൻ പറഞ്ഞു, ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഇയാളെ സംരക്ഷിക്കില്ല. മനസ്സിലായോ? സംരക്ഷിക്കില്ല. ഇപ്പൊ പോയി സിദ്ദിഖിനെ എടുത്തെന്ന് വെച്ചോ, പോലീസ് എടുക്കുന്നു. ഇപ്പൊ ആരെങ്കിലും ഒരാളെ ഇറങ്ങി, അതിന് എടുത്ത ഉദ്യോഗസ്ഥരുടെ അവസ്ഥ അറിയാമോ? അറിയാമല്ലോ. പിന്നെ പഴയ ഒരു കേസുണ്ട് കണ്ണൂര്, ഒരു കൊലപാതക കേസ് എടുത്ത DYSP രാധാകൃഷ്ണൻ. എന്താ അവസ്ഥ? പെൻഷൻ പോലും ഇല്ല, അറിയോ? പെൻഷൻ പോലും ഇല്ല. IPSനകത്ത് കൺഫേർഡ് IPS കൊടുത്ത ആളാ, ഇതുവരെ കിട്ടിയിട്ടില്ല, കൊടുക്കത്തില്ല. അതാണ് ഈ മോളി ഇരിക്കുന്നവർ പറയും, ചെയ്യാൻ പറയും, പക്ഷെ ഇവര് ചെയ്തു കഴിഞ്ഞാൽ അവസാനം അവര് കൈ കഴുകി കളയും. ഈ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആളോട് ഞാൻ ഒരുപാട് നേരം സംസാരിച്ചിട്ടുള്ള ആളാണ്. കൊടിയേരി പോയി ഭീഷണിപ്പെടുത്തി, അറിയാമോ? ഓർമ്മയുണ്ടോ? കോടിയേരി ആ ഒരു കൊലപാതക കേസിൽ കോടിയേരി ബാലകൃഷ്ണൻ പിന്നെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തി. അതാണ് പുള്ളി പറഞ്ഞത്. ഓർമ്മയുണ്ടോ?
അത് നമുക്ക് സംരക്ഷിക്കത്തില്ല ഇവരെ സംരക്ഷിക്കത്തില്ല. എനിക്ക് നന്നായിട്ട് അറിയാം, എനിക്ക് പോലീസുകാരെ പലരെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ്. ഇപ്പം മേളിൽ ഇരിക്കുന്ന ഇപ്പോൾ സുജിത് ദാസിനെ പോലെ ഒരാളാണെന്ന് വെച്ചു, മേളിൽ ഇരിക്കുന്നത് അയാൾ പറയും എടുക്കാൻ പറയും. പക്ഷേ ഈ പോലീസുകാരെ എടുത്താൽ എന്താ അവന്റെ അവസ്ഥ എന്തായിരിക്കും എന്നറിയും. പിന്നെ അവന് നിൽക്കാൻ പറ്റില്ല. പിന്നെ എന്തോ പോലീസ് പണിയാണ് ആണെന്നേ, സത്യമാണ്. അവരുടെ അവസ്ഥയാണ് ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഈ പോലീസുകാർ ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നത്? ഇവിടെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്ന ഒരു കൂട്ടരിൽ ഒരാളാണ് ഈ പോലീസുകാരാണ്. എത്ര പേരാണ് ആത്മഹത്യ ചെയ്യുന്നത്? കഴിഞ്ഞ ഒരു 3 മാസം മുമ്പ് നമ്മൾ ചർച്ച ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, ഇത്ര പോലീസുകാർ, അതായത് 10-12 പോലീസുകാർ 2 ആഴ്ചക്കുള്ളിൽ 12 പേര്. ഒന്ന് ആലോചിച്ച് നോക്ക്. പ്രഷർ താങ്ങാൻ പറ്റൂലെന്നേ. സിദ്ദിഖ് എവിടാണെന്ന് കൃത്യമായിട്ട് അറിയാം. സിദ്ദിഖിനെ സംരക്ഷിക്കുന്ന ആരാന്ന് മനസ്സിലായോ? പറയാൻ പറ്റത്തില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ നമ്മളെ തെറി വിളിച്ച് കൊല്ലും. മനസ്സിലായോ? ആരാന്ന് മനസ്സിലായോ? കോമൺ സെൻസ് കോമൺ സെൻസ് ഉള്ള എല്ലാവർക്കും മനസ്സിലാവും ആരാണ് സിദ്ദിഖിനെ ഇങ്ങനെ താങ്ങി നിർത്തുന്നത് എന്ന്. അതായത് പക്ഷെ പോലീസ് അജിത ബീഗുമാണ്. ഞാൻ അന്നും പറഞ്ഞു അജിത ബീഗുമാണ് ഇടപെട്ടിരിക്കുന്നത്. അജിത ബീഗം, മെറിൻ, പിന്നെ ഇവര് പൂങ്കുഴലി. അത് ചെറിയ ടീമല്ല അവര്. ഇനി മറ്റേനും കൂടെ ഇടണമായിരുന്നു. ആലപ്പുഴയിലെ അതിനെ കൂടെ ഇട്ടിരുന്നെങ്കിൽ ചൈത്ര അതുകൂടെ ഇട്ടിരുന്നെങ്കിൽ സിദ്ദിഖിനെ തൂക്കിക്കൊള്ള വകുപ്പ് ഉണ്ടാക്കി കൊടുക്കും. ശക്തമായിട്ടുള്ള തെളിവുകളാണ്, ശക്തമായിട്ട് കണ്ടുപിടിച്ചു. ആലോചിച്ചു നോക്ക്, ഇത്രയും വലിയ ഒരാള് പുള്ളിയെ സംരക്ഷിക്കാൻ നിൽക്കുന്നു. അതും CPM-ന്റെ ഏറ്റവും വലിയ ആള്, കൈരളി ടിവിയുടെ ഏറ്റവും വലിയ ആള് സംരക്ഷിക്കാൻ കൂടെ നിൽക്കുന്നു. എന്നിട്ട് പോലീസ് കയറി പൂട്ടി. പക്ഷെ ഇപ്പൊ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അറസ്റ്റ് ചെയ്യാൻ പോലീസ്. പിന്നെ എന്തിനാണ് കേരള പോലീസ് പൂട്ടിയത്? കേരള പോലീസ് അല്ല, അത് ഈ 4 സ്ത്രീകളുടെ കഴിവാണ്. ഈ 4 IPS-കാര് 4 സ്ത്രീകൾ ഇറങ്ങി തിരിച്ചു. സിദ്ദിഖെന്നല്ല, അവരെ ആരെയും പൂട്ടും. അവരെ ഇറങ്ങി തിരിച്ചു. ഞാൻ പറഞ്ഞില്ല കേസ് ജെനുവിനാണ് ധനുഷേ, ഇല്ലേ? സത്യമല്ല, ജെനുവിനാണ് കേസ്. അത് ആ സ്ത്രീ പറയുന്നത് ഒരു കള്ളം നമുക്ക് ഒരു തവണ പറയാം. പക്ഷെ നാളെ അല്ലെങ്കിൽ മറ്റന്നാ ആ കള്ളത്തിന്റെ ഒരു വാക്കെങ്കിലും പൊളി, ഇല്ലേ? ഒരു വാക്ക് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓർത്തു വെക്കത്തില്ല. കള്ളമാണെങ്കിൽ ഓർത്തു വെക്കത്തില്ല. എന്താ സത്യമാണെങ്കിൽ നാളെ നമ്മൾ എന്ത് ചെയ്യും? അത് തന്നെ പറയും. ആ സ്ത്രീ അത് തന്നെ ആവർത്തിക്കുന്നുണ്ട്. അവർ 2019 മുതൽ അവർ ഫേസ്ബുക്കിൽ ഇട്ട ആ സാധനം അവിടെ നിന്നാണ് തുടങ്ങുന്നത്. മീറ്റൂവിൽ ഇട്ട സാധനമാണ്. അവിടെ നിന്ന് അവർ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, ആദ്യം അവരെ റേപ്പ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ പിന്നെ അവർ പറഞ്ഞ ഓരോ കാര്യവും, ഓരോ പോയിന്റ് ആയിട്ട് നോക്ക്, ശ്രദ്ധിച്ചു നോക്ക്. അവരെ ഡിഫെയിം ചെയ്യാനുള്ള ഒരു ശ്രമം സിദ്ദിഖിന്റെ വക്കീൽ വഴി ഉണ്ടായി. പക്ഷെ അതിന് കോടതി അതിഭീകരമായിട്ടുള്ള വിമർശനമാണ്. അത് ആർക്കും മനസ്സിലാവില്ല ധനുഷേ. സത്യമാണത്, അതൊരു റിയാലിറ്റിയാണ്. ഞാൻ പറഞ്ഞു ഇവിടുത്തെ മീഡിയ ഇന്നലെ മെനഞ്ഞാന്നോണ്, ഇന്നലെ ധനുഷ് എന്നോട് സംസാരിച്ചപ്പോഴേ പറഞ്ഞു കഴുത്ത് ഞെരിക്കിയെന്ന്. നമ്മൾ എത്ര ദിവസം മുമ്പേ പറഞ്ഞു? എത്ര ദിവസം മുമ്പേ അവരുടെ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലേ? നമ്മളത് ഒരു പോയിന്റ് ആയിട്ട് നോക്കണം. ഭയങ്കര സങ്കടം തോന്നും. ഞാൻ പറഞ്ഞില്ലേ, ആ എഴുതിയ പോലീസുകാരി മ്യൂസിയം സ്റ്റേഷനിലെ ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ അത് എഴുതിയത്. അവർ കരഞ്ഞു. അത് കേട്ടിട്ട് അവർ കരഞ്ഞു. സ്വാഭാവികമായിട്ട് ഒരു സ്ത്രീയുടെ എന്താ പറയാ അനുഭവിച്ചൊരു ഘട്ടം, അവരനുഭവിച്ച എന്താ പറയാ ആ ഒരു ഘട്ടം നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. കഴുത്തൊക്കെ എന്താ പറയാ പിടിച്ച് നമ്മുടെ സഹോദരിയാണെങ്കിൽ ഒന്ന് ആലോചിച്ചു. ഈ പറഞ്ഞ് കമന്റ് ചെയ്തിട്ട് അവൾ എന്തുകൊണ്ട് ഇത്രയും കാലം പറഞ്ഞില്ല എന്ന് പറയുന്നത് 2019 മുതൽ ഇതുണ്ട്. നമ്മുടെ ഈ കമന്റ് ചെയ്യുന്ന നമ്മളെ തെറി പറയുന്ന ഒരു ആലോചിച്ചു. നമ്മുടെ സഹോദരിയാണെങ്കിൽ എന്തായിരിക്കും? നമ്മൾ വെറുതെ ഇരിക്കുമോ? കോടതിക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കത്തില്ല. കോടതിക്കൊന്നും വേണ്ടി എന്റെ സഹോദരിയാണെങ്കിൽ ഞാൻ കോടതിക്കൊന്നും വേണ്ടി കാത്തിരിക്കത്തില്ല. അതിനുള്ള സമയം എനിക്കില്ല. അതെന്റെ എന്താ പറയാ, അത് പിന്നെ ഇപ്പൊ നിയമം കയ്യിലെടുക്കുകയാണെന്ന് കേൾക്കുന്നവർ തോന്നും. പക്ഷെ ധനുഷാണെങ്കിൽ എന്തായിരിക്കും? അല്ലേ? വെറുതെ വിടൂ? വെറുതെ വിടാൻ പറ്റില്ലല്ലോ. വെറുതെ വിടത്തില്ലല്ലോ. കോടതി ഇപ്പൊ പോലീസ് പിടിച്ചില്ലെങ്കിലും നമ്മൾ അതിനുമുമ്പേ കണ്ടുപിടിക്കും. എവിടെയാണെങ്കിലും നമ്മുടെ സഹോദരിക്കാണെങ്കിൽ ഈ കമന്റ് ചെയ്യുന്നവരൊക്കെ ആലോചിക്കേണ്ടത് നമ്മുടെ സഹോദരിയാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ സഹോദരിയാണെന്നൊന്ന് ചിന്തിച്ചിട്ട് കമന്റ് ചെയ്യും, അല്ലേ? നമ്മുടെ സഹോദരിക്കാണ് അങ്ങനെ പറ്റുന്നതെന്ന് ചിന്തിച്ചിട്ട് നിങ്ങൾ കമന്റ് ചെയ്യും. അങ്ങനെ ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് വേണേലും പറഞ്ഞു. നമുക്ക് സഹോദരിക്കാണെങ്കിൽ ഇങ്ങനെ. അപ്പൊ ഇതോടുകൂടി സിദ്ദിഖിന്റെ വാദങ്ങളെല്ലാം, ഇനി ഒരു വാദങ്ങൾ പോലും സുപ്രീം കോടതിയിൽ പിന്നെ അയാൾക്ക് FIR ഇല്ല, അയാളുടെ നേരത്തെ പ്രീവിയസ് ക്രൈം ഇല്ല എന്നുള്ളത് വലിയ വാദമാണ്. അതൊരു വലിയ വാദമാണ്. അത് കോടതിയിൽ അത് വാദിച്ചാൽ നിൽക്കും. കാര്യം
മുൻപ് ഒരു ക്രൈം കേസിൽ പെടാത്ത ഒരാൾ അപ്പോൾ അന്വേഷണമായിട്ട് സഹകരിക്കും. എന്താണ് ഒരാളെ പിടിച്ച് റിമാൻഡ് ചെയ്യാനുള്ള കാര്യം? എന്താ റിമാൻഡ് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ കേസിനെ ബാധിക്കും, സാക്ഷിയെ സ്വാധീനിക്കും. ആ ഘട്ടത്തിലല്ലേ ജുഡീഷ്യൽ കസ്റ്റഡി വിടുന്നത്. അതിനുവേണ്ടിയാണ് ജുഡീഷ്യൽ. അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല എന്ന് കോടതിക്ക് തോന്നിയാൽ ജാമ്യം കൊടുക്കും, ഉറപ്പായിട്ടും ജാമ്യം കൊടുക്കും, അത് സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ ഈ പറയുന്ന പോലെ നമുക്കിപ്പോൾ പോലീസിനെ നമ്മളിപ്പോൾ കുറ്റം പറയരുതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എന്താ പറയാ നാല് സ്ത്രീകൾ അജിത ബീഗം, പൂങ്കുഴലി എല്ലാം കൂടെ ഇറങ്ങി നിന്നപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ എന്താ പറയാ കൈരളി ടിവിയുടെ ഏറ്റവും വലിയ ആൾക്ക് സംരക്ഷിക്കാൻ പറ്റുന്നില്ല. അമ്മാതിരി കാണിച്ചു ഇല്ലേ? അതെ, അതാണ് പെണ്ണൊരുമ്പിട്ടാൽ എന്ന് പറയുന്നത്. പെണ്ണുങ്ങളുടെ ഇറങ്ങി തിരിച്ച് കാണിച്ച വെച്ചുണ്ടോ വളരെ അത് സല്യൂട്ട് ചെയ്യേണ്ട കാര്യമാണ്.